സംസാരിക്കാനുള്ളത് നമ്മുടെ സന്ദേശ് ഖലിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ല, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. സന്ദേശ് ഖലി ഇന്നിപ്പോ നാഷണൽ മീഡിയയിൽ വളരെ എന്താ പറയുന്നേ വൈറലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റ്. ശരിക്കും ഒരു എന്താ പറയുന്നത്, ഒരു ഗുണ്ടയായ ഒരാൾക്ക് ഒരു പവർ കിട്ടിയപ്പോൾ അയാൾ ചെയ്തു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാൻ സാധിക്കും. പക്ഷെ ഇതിനെ ശരിക്കും മമതാ ബാനർജി ആ സ്റ്റേറ്റ് കൈകാര്യം ചെയ്തത് വളരെ മോശമായ രീതിയിലായി പോയി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സന്ദേശ് ഖലിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ശരിക്കും അവിടെ ഈ ഒരു പ്രദേശം 24 നോർത്ത് ബർഖാന എന്ന് പറയുന്ന ഈ ഒരു ജില്ലയിലെ ഈ പ്രദേശത്ത് ശരി ഒരു ഗുണ്ട എന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആള്. 42 വയസ്സുകാരനായ ഇയാള് ഒരു കുറച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മീൻ പിടുത്തക്കാരനായിട്ട് ജീവിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇഷ്ടിക ചൂളയില് വർക്കറായിട്ട് വരികയും അവിടെ നിന്ന് അവിടുത്തെ ആൾക്കാരുടെ ലീഡറായിട്ട് മാറുകയും അത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഒരു രാഷ്ട്രീയ പിൻബലം വേണം എന്ന് തോന്നിയ ഘട്ടത്തിൽ 2004 CPM-ഉമായിട്ട് ചേർന്നിട്ട് CPM-ന്റെ ഇതിൽ തന്നെ പ്രവർത്തിച്ചു. അവിടുന്നാണ് അയാളുടെ ഒരു ലീഡർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഒരു വളർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. 2004 അയാൾ അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഘട്ടത്തിൽ പിന്നീട് വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ബംഗാളിലും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ ഉണ്ടായ മാറ്റങ്ങൾ ശരിക്കും നമ്മൾ കണ്ടതാണ്. ആ മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ ശരിക്കും ബംഗാളിനെ നല്ല രീതിയിൽ രാഷ്ട്രീയപരമായി മാറ്റി പല രീതിയിലേക്ക്. അപ്പം അങ്ങനെ CPM-നെ ഒരു എന്താ പറയുന്നത്, ഒരു നാശോന്മുഖമായി പോയിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ തനിക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം, സ്വാഭാവികമല്ലേ, ഇപ്പൊ രാഷ്ട്രീയമായിട്ട് പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ രാഷ്ട്രീയം മാറി അടുത്ത് നന്നായിട്ട് വരുന്ന ഒരു പാർട്ടിയിലേക്ക് മാറുക, താനിപ്പം നിൽക്കുന്നിടത്ത് വലിയ കാര്യങ്ങളൊന്നും നേടാനില്ല ഇനി എന്ന് തോന്നുന്ന ഘട്ടത്തില് ആ ഒരു ഘട്ടം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കും തോന്നിയപ്പോൾ തീർച്ചയായിട്ടും ഇയാള് TMCA അവിടുത്തെ പ്രൊമിനന്റ് ആയിട്ട് വളർന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് 2012 മാറുന്നു. പിന്നീട് കാണാം ഇവരുടെ തൃണമൂൽ കോൺഗ്രസിന് തന്നെ മുകുൽ റോയി എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അതുപോലെ തന്നെ അവരുടെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ജ്യോതി പ്രീത് നാഷണൽ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അയാളും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല ബന്ധം സ്ഥാപിക്കുകയും അയാളുടെ രാഷ്ട്രീയ വളർച്ച അവിടെ നിന്ന് തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് 2018 തോന്നുന്നു ഇലക്ഷൻ, ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനുകളിൽ മത്സരിക്കുകയും സർബേരിയ അഗർഖാത്തി ഗ്രാമപഞ്ചായത്തിൽ ഡെപ്യൂട്ടി ചീഫായിട്ട് ഇയാൾ വിജയിച്ച് കയറി ഡെപ്യൂട്ടി ചീഫ് ആവുകയും ചെയ്തു. ഒന്നാലോചിച്ചാൽ ഓൾറെഡി ഒരു രാഷ്ട്രീയ പിൻബലങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ തൻ്റെ ആ സ്വാധീനമുള്ള പ്രദേശത്ത് ഭായി എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇയാൾക്ക് അങ്ങനെ കൂടി അറിയപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഒരു ഗുണ്ട എന്നൊക്കെ പറയുന്ന ആ ഘട്ടങ്ങളിൽ അവിടെ കുറച്ച് പേർക്ക് നല്ലത് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുന്നതും ബാക്കിയുള്ളവർക്ക് പേടി സ്വപ്നവുമായി മാറുന്ന തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ഇങ്ങനെയുള്ള ഗുണ്ടകളെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു ഗുണ്ട തന്നെയായിരുന്നു ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ അയാൾക്ക് രാഷ്ട്രീയമായി ഇപ്പൊ MLA MP എന്നൊക്കെ പറയുന്ന പോലെ വലിയ രാഷ്ട്രീയ പവർ ഒന്നും അല്ലെങ്കിൽ കൂടിയും അയാൾക്ക് ആ പ്രദേശത്ത് പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു പ്രാതിനിധ്യം കിട്ടാൻ ഈ ഒരു രാഷ്ട്രീയ വിജയം അയാളെ സഹായിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ആ സന്ദേശ് ഖലി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇയാളില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളൊരു ഘട്ടം.
വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പരിഹരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ആ പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടുന്നു. അതായത് ആ പ്രദേശത്ത് എന്തുണ്ടായാലും അത് അയാളുടെ മുന്നിൽ എത്തുകയും അയാൾ പരിഹരിക്കപ്പെടാൻ നിൽക്കുന്ന ഒരു അത്തരത്തിലേക്കൊരു സ്വാധീനമുള്ള ഒരു വ്യക്തിയാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഗുണ്ടയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇയാള് ചെയ്തിരുന്ന ഒരു വേലത്തരം എന്ന് പറയുന്നത്, ആ അവിടുത്തെ ഇയാളുടെ ഗുണ്ടകൾ ചേർന്ന് നല്ല ഓരോ വീടുകൾ തോറും കേറി ഇറങ്ങും. അതിനെക്കാട്ടിൽ ഉപരി ഇത് ആദ്യമായി ഇയാൾക്ക് ഈ ലാൻഡ് ഗ്രാബിംഗ് പരിപാടി ഉണ്ടായിരുന്നു എന്ന് വേണം കാണാൻ. അതെങ്ങനെയാ ചെയ്തിരുന്നേന്ന് വെച്ചാല് അവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരെ കൂടുതലായിട്ടും ഇവിടെ SC ST വിഭാഗത്തിൽ പെടുന്ന ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതലും ഉള്ള ഒരു പ്രദേശമാണത്. ഹിന്ദു മത്സ്യത്തൊഴിലാളികൾ വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടുത്തെ ഈ നമ്മുടെ പ്രോൺസ് കൃഷിയൊക്കെ ചെയ്യുന്ന ചെമ്മീൻ കൃഷി ചെയ്യുന്ന ചെമ്മീൻ കെട്ടുകൾ ഇയാള് ആൾക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുകയും അവർക്കത് പിന്നെ തിരിച്ചു കൊടുക്കാതെ സ്വന്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വൻ പരിപാടി തന്നെ ഇയാൾ ചെയ്തു വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ ഗുണ്ടകൾ ചെയ്തിരുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരു ഗുണ്ട ആൾക്കാരുകൾ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേലത്തരം തന്നെയാണ്. ശരിക്കും അവര് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, രാത്രി നല്ല വീട്ടിലെ പെണ്ണുങ്ങളെ അന്വേഷിച്ചെല്ലും. സുന്ദരികളും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞതുമായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ നോക്കി പിടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് TMCയുടെ ഓഫീസിലേക്ക്, അവരുടെ ഓഫീസിൽ കൊണ്ടുപോവുക. രാത്രി ഫുൾ അവരെ സെക്ഷലി യൂസ് ചെയ്യുക. അവർക്ക് എത്ര പേരുണ്ടോ അവരത്രയും പേര് അവരെ യൂസ് ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് ഇവരെ വിട്ടുകൊടുക്കുകയോ അല്ലാതെ മരിച്ചു പോവുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇവരെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഇവരെ ഈ ആളിനെ എത്രത്തോളം യൂസ് ചെയ്യുക അത്രത്തോളം യൂസ് ചെയ്തതിന് ശേഷമായിരുന്നു ഇവന്മാര് മോചിപ്പിച്ചിരുന്നതെന്നും കൂടി വളരെ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്ഥിതിയിലേക്കായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ എന്തുവാ ഷാജഹാൻ ഷെയ്ഖും അയാളുടെ കൂട്ടാളികളും ചേർന്നിട്ട്. അങ്ങനെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അലിഗേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അലിഗേഷൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ റേഷൻ സ്കാം ഉണ്ടല്ലോ, നമ്മുടെ ഈ അടുത്ത സമയത്ത് ബംഗാളിൽ കേട്ട റേഷൻ സ്കാമിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ. അപ്പം അതിൻ്റെ പുറകിന് EDയും അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സും ഒക്കെ ഇയാളുടെ പുറകിന് വരികയും അവിടെ ഇയാളുടെ വീട് റെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, EDയെ അടിച്ചോടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ പോലും ആ ബംഗാളിൽ നടന്ന ആ സംഭവത്തിന്, അതായത് മമതയുടെ നാട്ടിൽ മമത EDയെ അടിച്ചോടിച്ചിരിക്കുന്നു, മോദിയുടെ EDയെ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ലെഫ്റ്റ് സോഷ്യൽ മീഡിയ ഭയങ്കര ഹാൻഡിൽസ് ഇത് സ്റ്റാറ്റസും അതുപോലെ തന്നെ പോസ്റ്ററുകൾ വിട്ട് ആഘോഷിച്ച ഒരു സംഗതിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആദ്യഘട്ടങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ ഇയാളുടെ ഗുണ്ടകളുടെ അടികൊണ്ട് പ്രശ്നമായി അവർ തിരിച്ചുപോയി. രണ്ടാം ഘട്ടം അവർ കൃത്യമായിട്ട് CRPF മറ്റ് നിയമങ്ങളും ഒക്കെ ആയിട്ട് നിയമപരമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഇയാളുടെ വീട് റെയ്ഡ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഈ സമയം ഇയാൾക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ തൃണമൂലിന്റെ പോലീസുകാരല്ല ഇത് ആൾക്കാർ വേറെയാണെന്ന് മനസ്സിലായത്. ഇത് പെടുവെന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അവിടുന്ന് എസ്കേപ്പ് ആകുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒളിവിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭയങ്കര പവറിൽ നിൽക്കുന്ന ഒരാളെ നമുക്കറിയാം, ഒരു പോലീസ് കേസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അയാൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന ഘട്ടം വരുമ്പോൾ അയാൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംഭവങ്ങളും മറനീക്കി പുറത്തു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ പുറത്ത് വന്നത് അവിടുത്തെ സ്ത്രീകളാണ്. അവരാണ് ശരിക്കും ഈ ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ അവരിറങ്ങും. ഇറങ്ങി ആദ്യഘട്ടം അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വളഞ്ഞിട്ട് അവര് ഈ സാധാരണ കിട്ടുന്ന കമ്പും തടിയും മുളവടിയും ഒക്കെ ആയിട്ട് അവര് വലിയ ഒരു കൂട്ടം സ്ത്രീകൾ തന്നെ പോയി അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇതുപോലെ ഇങ്ങേരെ അറസ്റ്റ് ചെയ്യണം, ഇങ്ങേർക്കെതിരെ ഇങ്ങനെയൊക്കെ അലിഗേഷൻസ് ഉണ്ട്, ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുപോയി ഇങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള അലിഗേഷൻസ് അവർ കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെന്ന് അവിടെ ചെന്ന് പറയുന്നു. പക്ഷേ മമതയുടെ പോലീസ് തീർച്ചയായിട്ടും TMCയുടെ നേതാവ് ഇങ്ങേർക്ക് രാഷ്ട്രീയ സ്വാധീനം വലുതാണ്. ജസ്റ്റ് ഒരു പഞ്ചായത്തിലെ ഡെപ്യൂട്ടി ആയത് മാത്രമെന്നല്ല, അങ്ങേർക്ക് ആ ഒരു പാർട്ടിയുടെ തലപ്പത്തുള്ള ആൾക്കാരുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു വ്യക്തിയോട് ആയതുകൊണ്ട് ഒരിക്കലും പോലീസുകാർ അതിന്റെ പുറകിന് പോകാൻ സാധ്യതയില്ലല്ലോ, പ്രത്യേകിച്ച് തൃണമൂൽ പോലീസിന്റെ ബംഗാളിലെ പോലീസ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർ അതിനെതിരെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നടപടിയും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് ഇവര് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് പിന്നെ ഇവര് നാഷണൽ ശ്രദ്ധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് വരണം എന്നുള്ളതോ അതുപോലെ തന്നെ ഒരു നടപടിയും ഉണ്ടാകാത്തതില് ഭയങ്കരമായ ദേഷ്യം തോന്നിയ ഈ സ്ത്രീകൾ തന്നെ അവിടെയുള്ള 3 പൗൾട്രി ഫാമുകൾ തീയിട്ടു. ഇത് തീയിടാൻ കാരണവും അവർ പറയുന്നതും അവരിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുവകകളാണെന്നും അതിലാണ് ഇത് ചെയ്തിരിക്കുന്നതും ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരെ ആൾക്കാരെ അറിയിക്കുകയും അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തീയിടാൻ കാരണമായത് എന്ന് ഈ സ്ത്രീകള് വാദിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി വന്നു. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഗതി നടന്നപ്പോൾ തന്നെ ഇത് നമ്മുടെ നാഷണൽ മീഡിയാസ് ഏറ്റെടുക്കുന്നു. നല്ല ഒരു അറ്റൻഷൻ, നാഷണൽ അറ്റൻഷൻ അതിലേക്ക് ആ ഒരു വിഷയത്തിലേക്ക് കിട്ടി എന്നുള്ളത് വേണം കാണാൻ. അന്നേരം തന്നെ നമ്മുടെ അവിടുത്തെ ഗവർണർ CV ആനന്ദബോസ് അദ്ദേഹം ഈ നമ്മുടെ കേരളത്തിലെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ യാത്രകളും റദ്ദ് ചെയ്തുകൊണ്ട് തിരിച്ച് ബംഗാളിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ലേഡീസുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവർണറെ പോലെ തന്നെ വളരെ ധീരനായ ഒരു വ്യക്തി, അദ്ദേഹം നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ഘട്ടത്തിലും. അദ്ദേഹം ഈ പറയുന്നത് കൂട്ട് ഈ ഒരു ആൾക്കാരോട് ചെന്ന് ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ട്, അവരാവശ്യപ്പെടുന്നത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഈ സംഭവം അന്വേഷിച്ചേ മതിയാകൂ എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സെൻട്രലിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. സെൻട്രൽ റിപ്പോർട്ട് ആകുന്ന സമയത്ത് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനകത്തില് അതായത് മമതാ ബാനർജി ആദ്യഘട്ടത്തില് പിന്നീട് അവര് ഈ സ്ത്രീകളെ അവരെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ സ്ത്രീകളെ എനിക്ക് കാണണം അല്ലെങ്കിൽ അവര് ഐഡന്റിറ്റി വെളിപ്പെടുത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞെങ്കിലും അവർ ആദ്യഘട്ടം പറഞ്ഞത് ഞങ്ങൾ ഇതിന് പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയാണെങ്കിലും അറസ്റ്റ് ചെയ്യും, മൊത്തം നിയമ നടപടികളും കൃത്യമായി ഞങ്ങൾ എടുക്കുന്നതായിരിക്കും എന്ന് ഈ മമതാ ബാനർജി ആദ്യഘട്ടം പറഞ്ഞു. അത് ഇവര് ചെയ്തത് ശരിക്കും പറഞ്ഞാല് എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയ ഓപ്പോസിഷൻ ലീഡേഴ്സിനെതിരെയാണ് ഇവർ നടപടി എടുത്തത് എന്നാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ കൃത്യമായിട്ട് അവിടെ ഈ ഒരു പ്രശ്നമുണ്ടാക്കിയ സന്ദേശശൈലിയിൽ പ്രശ്നമുണ്ടാക്കിയ TMCയുടെ ഷാജഹാൻ ഷെയ്ഖിന്റെ ആൾക്കാർക്കെതിരെയുള്ളതായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു CPI MLA നൃപത് സർദാർ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ BJPയുടെ ലീഡർ വികാസ് സിംഗും ഇവർക്കെതിരെയാണ്, അതായത് ഇവർ ഈ പ്രൊട്ടസ്റ്റിന് അവിടെ പോയി എന്നും അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവരാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് സന്ദേശ് ഗലിയില് പോലീസുകാർ ഇവരെ രണ്ടുപേരെയും ആദ്യഘട്ടം അറസ്റ്റ് ചെയ്യുന്നത്, ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു.
പക്ഷേ എന്നിട്ട് ഇവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ അവിടെ എന്തുവാ 144 ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. പ്രൊഹിബിഷൻ ഓർഡർ അവിടെ കൊണ്ടുവരുന്നു ആ ഒരു പ്രദേശത്ത്. ഉം. ആ ഒരു പ്രദേശത്ത് പ്രൊഹിബിഷൻ ഓർഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ സമയത്താണ് ഈ സുബേന്ദ്ര അക്- ആ പേരൊക്കെ വായിക്കുന്ന വലിയ പാടാ. അധികാരി എന്ന് പറയുന്ന ആള്, ഇദ്ദേഹം ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. വീട്ടിലൊരാവശ്യം, ഞാൻ ആ തലക്കിലെ ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. സദാശിവൻ ചേട്ടാ സംസാരിച്ചോ. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. രമ്യ വരുന്നവരെ സദാശിവൻ ചേട്ടാ സംസാരിച്ചു. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. പിന്നെ സംസാരിക്കുക, ഞാൻ ഇപ്പൊ കയറി വന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ ആലപ്പുഴയിലുള്ള ആളാണ്. ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ച് നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. അത് കരിമണലിനെ സംബന്ധിച്ചാണ്. ഈ അവസരത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കരിമണല് അതാണല്ലോ, ഈ ബൈബിളിലൊരു കോട്ടിംഗ് ഉണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു. ഇപ്പൊ അതിനൊരു ഭേദഗതി ആവശ്യമായി വന്നിരിക്കുന്നു തോന്നുന്നു. മനുഷ്യ നീ കരിമണലാകുന്നു എന്ന് ഒരു ഭേദഗതി. ഈ മതങ്ങളില് മാറ്റം വരുത്താൻ പാടില്ലെന്നാണല്ലോ. ഈ മതം എന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്, അത് അഭിപ്രായമാണെന്നൊക്കെ പറയുന്നു, പലതും പറയുന്നു. എന്തായാലും മതങ്ങളിലെ അഭിപ്രായങ്ങൾ മാറ്റാൻ പാടില്ല, ഈ മതഗ്രന്ഥങ്ങളിൽ മാറ്റാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഞാൻ ഈ ബൈബിളിലെ ആ ഒരു വാക്യത്തെ ഞാനൊന്ന് മാറ്റുകയായിരുന്നു, മനുഷ്യ നീ കരിമണലാകുന്നു എന്ന്. ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്തോട്ടെ, ഞാനത് തീർത്തോട്ടെ. അപ്പം അവിടെ ഇത് ഇമ്പോസ് ചെയ്യുകയും നമ്മൾ കണ്ടതാണ്. പോലീസ് 144 കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷം സുബേന്ദ്ര അധികാരി, അവർ CPM-ൻ്റെ ഒരു ലീഡർ, CPM ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു അദ്ദേഹം വന്നു അവിടെ. പക്ഷേ അവിടോട്ട് കയറാൻ സമ്മതിക്കുക ഒന്നും ചെയ്തില്ല. അവിടെ അവരെ തടയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം സുകാന്ത് മജുംദാർ, ഇദ്ദേഹം നമ്മുടെ BJP-യുടെ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയാണ്. അവിടെ സന്ദർശിക്കാൻ ചെല്ലുകയും പക്ഷേ അദ്ദേഹത്തിനെ കൃത്യമായിട്ട് അവർ ആക്രമിക്കുകയും ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ഒരു ആവശ്യകതയിലേക്ക് വരികയും ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു രീതിയിലേക്ക് അവിടത്തേക്ക് ആ വയലൻസ് ആകുകയും ചെയ്തു എന്ന് വേണം കാണാൻ. ഇനി എന്നിട്ട് നമ്മുടെ മമതാ ബാനർജി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 10 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടുന്ന ഒരു ടീം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ആൾക്കാരും വുമൻ കമ്മീഷൻ്റെ ആൾക്കാരും നാഷണൽ വിമൻ കമ്മീഷൻ്റെ ആൾക്കാരും അവിടെ ചെന്നിട്ട് പോലും ഈ മമതാ ബാനർജി ആ പ്രദേശം സന്ദർശിക്കാനോ അവർക്ക് അനുവാദം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല.
പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ SC ST വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ആൾക്കാരാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഒരു അരുൺ ഹാൽദർ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ, ഒരു ഡെലിഗന്റ്, അദ്ദേഹം കൃത്യമായിട്ട് എങ്ങനെയോ ഇവിടെ കയറി പറ്റുകയും ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുകയും ഇതേ രീതിയിൽ തന്നെ മുമ്പേ നമ്മുടെ എന്തുവാ ഗവർണർക്ക് കിട്ടിയ ഇൻഫർമേഷൻ പോലെ വളരെ ഭയാനകവും ഭീതിജനകവുമായിട്ടുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള സംഗതികളാണ് അവിടെ നടന്നത് എന്ന് കൃത്യമായിട്ട് ന്യൂസുകൾ വരികയും ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ അവസാനം ലാസ്റ്റിൽ നമ്മുടെ ഹൈക്കോടതി, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായപ്പോഴാണ് ഹൈക്കോടതി അതിനകത്തിൽ ഇടപെടുന്നു. കൃത്യമായിട്ട് ഹൈക്കോടതി അവിടുന്ന് 144 എടുത്തു മാറ്റി. അത് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്ത് കൂടുതൽ സുരക്ഷാ സേനയെ സെൻട്രലൈസ്ഡ് ആയിട്ട് വിനിയോഗിക്കണമെന്നും അതുപോലെ ഡ്രോൺ വഴിയും CCTV ക്യാമറകൾ സ്ഥാപിച്ചും ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അവിടുത്തെ ആൾക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞു. കാരണം ഒരു ഗുണ്ടകളായിട്ടുള്ള അത്രയും പൊളിറ്റിക്കലിയും പവറുള്ള ഒരു ആളിനോടാണ് അവിടുത്തെ സ്ത്രീകൾ, സാധാരണ സ്ത്രീകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ റിലീവ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അവർക്കെതിരെ ഇവർ തിരിയാവുന്നതും എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു സംഭവം ശരിക്കും നമ്മുടെ നാഷണൽ മീഡിയാസ് ഇപ്പം നല്ല രീതിക്ക് ഈ വയലൻസും കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ വയലൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മനുഷ്യത്വരഹിതമായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിനെതിരെ ഇന്നിപ്പം നമ്മുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിജി, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ എല്ലാവരും പ്രതികരിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം മീഡിയാസും കാര്യങ്ങളും ഒന്നും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ തന്നെ ചോദിച്ചു തുടങ്ങണം. ഈ മീഡിയാസിനോട് നമ്മൾ തന്നെയാണ് ചോദിക്കേണ്ടത്, എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന്. കേരളത്തിൽ എന്തുവാ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊട്ടേഷൻ എല്ലാം ഏറ്റെടുത്തിരിക്കുന്ന മീഡിയാസ് എല്ലാവരും ചിന്തിക്കുന്നത് അവരുടെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അലയൻസിലുള്ള ഒരാളെ കൃത്യമായി നാട്ടുകാരുടെ മുന്നിൽ പൊളിച്ച് കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും BJPക്ക് പ്രയോജനം ചെയ്യും എന്ന് കരുതുന്നുണ്ടാവും. എന്നാലും നാഷണൽ മീഡിയയുടെ കൂട്ടത്തിൽ തന്നെ നോക്കിയാൽ ഇന്ത്യൻ എക്സ്പ്രസ്, അതുപോലെ തന്നെ ടൈംസ് നൗ ഒക്കെ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് ഈ ഒരു കാര്യത്തിനെ കവർ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മീഡിയകൾ ഏകദേശം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ന്യൂസുകളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ഘട്ടങ്ങൾ പറഞ്ഞതല്ലാതെ ഇവിടെ ചർച്ചകളില്ല. ചർച്ചകൾ ചെയ്യാൻ പേടി, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്ദേശ് ഖലി എന്ന് പറയുന്ന ഈ വെസ്റ്റ് ബംഗാളിലെ ഈ ഒരു കൊച്ചു പ്രദേശം എങ്ങനെയാണ് ഈ മമതാ ബാനർജി, ഒരു മമതയുമില്ലാത്ത ഈ സ്ത്രീ കൈകാര്യം ചെയ്തത് എന്ന് വേണം കാണാൻ. അതായത് ഇത്രയും അക്യൂസ്ഡ് ആയിട്ടുള്ള, ഇത്രയും വളരെ പ്രശ്നങ്ങൾ അനുഭവിച്ച സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവരെ ത്രെട്ടൺ ചെയ്യുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി അവരുടെ ആൾക്കാരെ, പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ. ഈ സന്ദേശ് ഖലിയെ കുറിച്ചിട്ട് എല്ലാവരും ചർച്ച ചെയ്യണം. എവിടാണെങ്കിലും ഇതിനെ നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും സാധിക്കണമെന്നാണ് പറയുന്നത്. ശരിക്കും ഇതുപോലെയൊക്കെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള പാർട്ടികളെ അല്ലെങ്കിൽ അവരുടെ അണികളെ, അവരുടെ നേതാക്കന്മാരെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നാളെ ഒരു സമയത്ത് നിങ്ങൾക്കെതിരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുപെടാം. ഇന്നിപ്പം ഈ ബംഗാളിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഒരു പ്രോ ഇസ്ലാമിക് അല്ലെങ്കിൽ ആ രീതിയിൽ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബംഗാൾ. കാരണം മറ്റൊന്നുമല്ല, അവിടെ കുറെ ഈ റോഹിംഗ്യാസും അതുപോലെ തന്നെ
ബംഗ്ലാദേശിൽ നിന്നുമുള്ള കുറേ ആൾക്കാർ വന്ന് കയറിക്കൂടിയിട്ടുണ്ട്. അവരുടെ വോട്ട് ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ വോട്ട് ബാങ്കിൽ തങ്ങളിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഇവിടെ പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗിമിക്കുകളാണ് ശരിക്കും നമ്മുടെ ഇവിടെ വെസ്റ്റ് ബംഗാളിൽ ഈ മമതാ ബാനർജിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊളിറ്റിക്കലി രണ്ട് സംസ്ഥാനവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മറ്റ് സിമിലാരിറ്റീസ് കൾച്ചറലി അത്യാവശ്യം നല്ല ഒരു സിമിലാരിറ്റീസ് ഉണ്ട് നമ്മുടെ ഈ രണ്ട് സംസ്ഥാനങ്ങളും എന്ന് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തുവാ തീവ്രവാദികളെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ കൊച്ചു കേരളവും ചൂണ്ടിക്കാണിക്കപ്പെടും, രണ്ട് ബംഗാളും ചൂണ്ടിക്കാണിക്കപ്പെടും. കാരണം മറ്റൊന്നുമല്ല, പല നാഷണൽ ന്യൂസുകളിലും ഓരോ സംഭവങ്ങളിലും കോട്ട് ചെയ്യപ്പെടുന്നത് ISISന്റെ സംഭവങ്ങളൊക്കെ കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കും മറ്റൊരു സ്റ്റേറ്റുകളെയും കോട്ട് ചെയ്യാതെ കൃത്യമായിട്ട് കേരളത്തെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു സംഗതി. അത് മറ്റൊന്നും കൊണ്ടല്ല, കൃത്യമായ ഡേറ്റാസ് ഉള്ളത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നും ISISലേക്ക് പോയിരിക്കുന്നതും അതുപോലെ തന്നെ ഈ മാലിദ്വീപ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഭൂമി വാങ്ങിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അവരതിനെ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരെ ദോഷമൊന്നും പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഭാഗത്തിനെ കൂട്ട് നിർത്തി വോട്ട് നേടിയെടുക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരെ പ്രീണിപ്പിച്ചാൽ മാത്രം ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നും നാളെ ഞങ്ങളുടെ അധികാരം നിലനിർത്തി പോകാൻ എല്ലാം അവർക്ക് മാത്രം കൊടുക്കണമെന്നും പറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉള്ളതെന്ന് പറയാൻ സാധിക്കും. അപ്പം പൊളിറ്റിക്കലി കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് കൃത്യമായിട്ടും കേരളവും ബംഗാളും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ആണ് ഉള്ളത്. നാളെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സംസ്ഥാനത്തും വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ഒരു സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന ഘട്ടത്തിൽ ആരെ നിങ്ങൾക്ക് നേതാവായി കിട്ടണമെന്നും, അതായത് അഴിമതിയില്ലാതെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊപ്പം നിൽക്കാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പം നമുക്ക് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനിപ്പം അവരുടെ കൂട്ടത്തിലല്ല, ഞാനിപ്പം മറ്റേവരുടെ കൂട്ടത്തിൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വാശി പിടിക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ഇതാണ്. ഒരു മന്ത് ഈ നാറാണത്ത് ഭ്രാന്തൻ തൻ്റെ മന്ത് കാലിൽ അപ്പുറവും ഇപ്പുറവും മാറി വെച്ചതുമാതിരി തന്നെ ആ കാലിൽ നിന്നെടുത്ത് ഈ കാലിലോട്ട് വെക്കും, ഇടതിൽ നിന്നെടുത്ത് വലതിലോട്ട് വെക്കും. ആ ഒരു പരിപാടി തന്നെയാണ് ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ജനിച്ച കാലം മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. രാഷ്ട്രീയ പ്രബുദ്ധത എന്നത് തനിക്ക് അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ആരുണ്ടാക്കി തരുന്നോ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയകളിലൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ഒരു ഇതുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യത്വവുമുള്ള മലയാളികൾ ചാണകത്തിൽ ചവിട്ടരുത് എന്ന് എഴുതി വെച്ച് പോസ്റ്റ് ചെയ്തു പോകുന്ന കാണാം. എവിടെയും ഒരു ന്യൂസ് ലിങ്ക് എടുത്താൽ പോലും അതെല്ലാം അവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ അതിന് കഴിഞ്ഞ ദിവസം ഉണ്ണി ഒരു മറുപടി ഇട്ടേക്കുന്ന കണ്ടു. അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മറുപടി, ഈ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണം. പുള്ളി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാണകത്തിൽ ചവിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതായത് നിങ്ങൾ ചാണകത്തിൽ ചവിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇനി ഞങ്ങൾ ജിഹാദൊക്കെ നടത്തി എങ്ങനെ സുഖിച്ചു പോകുമെന്ന് അദ്ദേഹം ചോദിക്കുള്ളൂ. ചാണകത്തിൽ ചവിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ എങ്ങനെ ജിഹാദൊക്കെ നടത്തി സുഖിച്ച് ജീവിക്കും?
നിങ്ങൾ ചാണകത്തിൽ ചവിട്ടിയാൽ അന്ന് തീരും ഞങ്ങളുടെ ജിഹാദ്. അതുകൊണ്ട് മോദിജിയുടെ ഗ്യാരണ്ടിയിലും ചാണകത്തിലും പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ വീഴരുത്. നമ്മൾ അങ്ങനെ ജിഹാദൊക്കെ നടത്തി നമ്മൾ അങ്ങനെ എന്തുവാ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് ഇങ്ങനെ ഞങ്ങൾ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരിക എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ചാണകത്തിൽ ചവിട്ടില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നവർ അവരെ നമുക്ക് കണ്ടറിയാം. നാളെ അവര് എവിടെ ചവിട്ടി നിൽക്കേണ്ടി വരും, തീയിൽ ചവിട്ടി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകുമോ എന്ന് ബംഗാളിൽ കൃത്യമായി കണ്ടതാണ്. അവിടെ നിന്നാണില്ലേ എരിതീയിൽ നിന്ന് നമ്മൾ വറചട്ടിയിലോട്ട് വീണു എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ പറയുന്നത് കൂട്ട് അവിടെ സംഭവിച്ചത്. CPM-ന്റെ കയ്യിലെ 35 വർഷത്തെ അവരുടെ ഭരണം സഹിച്ച് മടുത്ത് ജനങ്ങള് പോയി ചാടിക്കൊടുത്തത് TMC-യുടെ വായിലേക്കാ. മമതാ ബാനർജിയെ പോലുള്ള ഒരു പ്രോ ഇസ്ലാമിക് ഒരു ലേഡിയുടെ വായിലേക്കാണ്. അവർ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടേ അവരെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സ്റ്റേറ്റിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിട്ട് ഇന്ന് TMC-യും ബംഗാളിനെ മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമാണ് കാണാനുള്ളത്. അപ്പം നിങ്ങളും നിങ്ങളുടെ സ്ഥിര പരിപാടി ചാണകത്തിൽ ചവിട്ടാതെ നാറാണത്ത് ഭ്രാന്തന്റെ പരിപാടികൾ ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് എങ്കിൽ ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.